എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് ഒരു പട്ടുപാവാട എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ആദ്യം പട്ടുപാവാടയുടെ ലെങ്ത്ത് നമുക്ക് 41 ഇഞ്ച് ലെങ്ത്താണ് വേണ്ടത്. അപ്പോൾ അതിൽ ഒരു 38 ഇഞ്ച് ലെങ്ത്ത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ബാലൻസ് തുണികളിൽ നിന്ന് നമ്മൾ 1.5 ഇഞ്ച് ബാൻഡ് കൂടി എടുക്കണം. ഞാനിവിടെ കട്ട് ചെയ്ത് വച്ചായിരുന്നു. അത് ഞാൻ കാണിച്ചു തരാം. 38.5 ഇഞ്ചാണ് നമ്മളിവിടെ കട്ട് ചെയ്ത് വച്ചേക്കുന്നത്. അതുമാതിരി തന്നെ വേസ്റ്റ്, അതായത് വണ്ണം, നമ്മുടെ പാവാടയുടെ വണ്ണം വരുന്നത് 30 ഇഞ്ചാണ്. 30 ഇഞ്ചിൻ്റെ 3 ഇരട്ടിയാണ് നമുക്ക് പാവാടയ്ക്ക് വേണ്ട തുണി വേണ്ടത്. 3 ഇരട്ടി എന്ന് പറയുമ്പോൾ 90 ഇഞ്ച്. 90 ഇഞ്ച് പ്ലസ് 2 ഓർ അല്ലെങ്കിൽ 3 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് സീം അലവൻസായിട്ട് നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മളിങ്ങനെ ഇത് ഇച്ചിരി കൂടുതൽ തുണിയുണ്ട്, 90 ഇഞ്ചിൽ കൂടുതലുണ്ട് തുണി, ഒരു 20 പോയിൻ്റ് കൂടി കൂടുതലുണ്ട്. അപ്പം ഞാൻ നോക്കിയ മൊത്തം തുണി എടുത്ത് നമ്മൾ ഫ്ലീറ്റ് ഇട്ട് തയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചത്. അപ്പം ഈ 1.5 ഇഞ്ച് നമുക്കിവിടെ പടിക്ക് വേണ്ടി 3 ഇഞ്ച് പടിക്ക് വേണ്ടി ഇത് ചെയ്യണം, കട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഭാഗം പടിക്കായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ശരിക്കും പാവാടയുടെ തേര് വശത്തുനിന്നുള്ള ഭാഗമാണ് ഞാൻ പട്ടയായിട്ട് വെക്കുന്നത്. തേര് കട്ട് ചെയ്തെടുത്താണ്. മുപ്പത് ഇഞ്ച് മതി നമുക്ക്. കറക്റ്റ് വേസ്റ്റിൻ്റെ വണ്ണം 30ആണ്. നമ്മൾ പാവാടയിൽ നിന്ന് അളവ് എടുത്തതാണ്. അപ്പോൾ ആ പാവാടയുടെ വേസ്റ്റിൻ്റെ അളവ് നമുക്ക് 30ആണ് കിട്ടണം. ഈ പാവാടയിൽ നിന്നാണ് പാവാടയാണ് കസ്റ്റമർ നമുക്ക് തന്നേക്കുന്നത് അളവിനായിട്ട്. 15, ഒരു സൈഡിൽ നിന്ന് 15 ആകുമ്പോൾ 15, 30. കറക്റ്റ് 30 എടുത്ത് നമുക്ക് 2 സൈഡിലും മടക്കി അടിക്കാനായിട്ട് ഒരു ഇച്ചിരി ഒരു ഇഞ്ച് കൂടി കൂട്ടിയെടുക്കണം. അപ്പോൾ 1 ഇഞ്ച് കൂട്ടിയിടുമ്പോൾ 31 ഇഞ്ച് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത് പാവാടയ്ക്ക് മാർക്ക് ചെയ്യുന്നത് 1.5 ഇഞ്ച് വെച്ചാണ് മാർക്ക് ചെയ്ത് പോകണം. ഇതിങ്ങനെ ഫുള്ള് 1.5 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് പോകണം. അപ്പോൾ നമ്മളിവിടെ സീം അലവൻസിന് വേണ്ടിയും ഒരു 1.5 ഇഞ്ച് മാറ്റിയിട്ടതിന് ശേഷം വേണം നമ്മൾ ഫീറ്റ് എടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ ഈ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഈ 1.5 ഇഞ്ച് വിട്ടിട്ട് ഇത് അകത്തോട്ട് പോകണം. അടുത്ത 1.5 ഇഞ്ചിലേക്ക് ഫ്ലീറ്റ് ഇങ്ങനെ വയ്ക്കണം. ഇങ്ങനെയാണ് ഫ്ലീറ്റ് ഇടേണ്ടത്. ഇവിടെ ഒരു മാർക്കിംഗ് ഉണ്ട് 1.5 ഇഞ്ചിൻ്റെ. ഈ മാർക്കിങ് അകത്തോട്ട്, എന്നിട്ട് ഈ മാർക്കിങ് കൂടി ഒരുമിച്ച് വരാൻ പാകത്തിന് ഇങ്ങനെയാണ് ഫ്ലീറ്റ് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത 1.5 ഇഞ്ചിൻ്റെ മാർക്കിങ് അകത്തോട്ട് വീണ്ടും ഈ 1.5 ഇഞ്ചിലേക്ക് മുട്ടിക്കണം. 1.5 വരുന്ന പോയിൻ്റുകൾ
ഇതകത്തോട്ട് വേണം ഇങ്ങനെ ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ അടിച്ച് ചൂടാക്കി തേച്ചിട്ടാണ് പറയണമെന്നില്ല. പാവാടയുടെ ഫ്ലീറ്റൊക്കെ നമ്മൾ നന്നായിട്ട് തേച്ച് വന്നിട്ടുണ്ട്. തേച്ചതിന് ശേഷം നമ്മൾ സൈഡ് മടക്കി അടിക്കുകയാണ്. എൻ്റെ പാവാടയായിരുന്നു. സൈഡ് ഫുള്ളും മടക്കി അടിച്ചിട്ടാണ് ജോയിൻ്റ് ചെയ്യണത്. ലോക്ക് ചെയ്യണവർക്ക് ലോക്കും ചെയ്യാം. ഇതുപോലെ അപ്പുറ സൈഡ് മടക്കി അടിച്ചിട്ട് അപ്പുറ സൈഡ് മടക്കി അടിക്കണം. നമ്മൾ ആകവശത്തുനിന്ന് പടി പിടിപ്പിക്കാനുള്ള പീസ് അറ്റാച്ച് ചെയ്യാണ്. കുറച്ച് അങ്ങനെ തള്ളി വെച്ചിട്ട് ഇങ്ങനെ അതിന് ശേഷം അത് തിരിച്ച് നമ്മൾ നല്ല വശത്തേക്ക് പടി മടക്കി അറ്റാച്ച് ചെയ്യണം. നമ്മളിവിടെ അടിച്ചു കഴിഞ്ഞിട്ട് പട്ടടിച്ച് തിരിച്ച് മറിച്ചടിച്ച് കഴിഞ്ഞു. ഇനി രണ്ടും കൂടി ഇങ്ങനെ ചീത്തവശം ഇങ്ങനെ മറിച്ചെടുത്തിട്ട്
നല്ല വശം അകത്തേക്ക് വെച്ച് അകത്ത് ഇങ്ങനെ മറിച്ചെടുക്കുക. ഇതകത്തേക്ക് ഇനി അടിച്ചു പോകണം. നമ്മളിവിടെ കുളത്താണ് വയ്ക്കണേ. അപ്പോൾ ഒരു 4-4.5 ഇഞ്ച് ഓപ്പൺ ഇവിടെ ഇങ്ങനെ വരാൻ പാകത്തിന് ഓപ്പൺ കൊടുക്കുക. അതിന് ശേഷം ഇട്ടിട്ട് രണ്ട് സൈഡും ഇങ്ങനെ അടിച്ച് എത്തിക്കണം. നമ്മളിനി ഉപ്പ് വച്ചിട്ട് അതിൻ്റെ പടി ഇടാനുള്ള പടിക്ക് വേണ്ടിയിട്ടുള്ള പീസ് കട്ട് ചെയ്തെടുക്കാണ്. ഇത് കട്ടിയില്ലാത്ത തുണി ആയതുകൊണ്ട് ഇച്ചിരി വീതിയിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. മടക്കി അടിച്ചെടുക്കണം. എനിക്കപ്പോൾ ഇച്ചിരി ഹുക്ക് കൂടുതലിടണം. നമ്മുടെ കസ്റ്റമർ ഇവിടെയുള്ള ആളല്ല, പുറത്തുള്ള ആളാണ്. അപ്പോൾ അവർക്ക് പടി ഇച്ചിരി കൂട്ടിയിടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹുക്ക് മാറ്റി മാറ്റി ഇടാനായിട്ട്. ായതുകൊണ്ട് കനം തീരെ കുറവാണ്. അത് കാരണം 2-4 മടക്കായിട്ട് എടുത്താലാണ് പടിക്ക് കട്ട് ചെയ്തോളൂ. ഒന്ന് തേച്ചിട്ട് വരട്ടെ കേട്ടോ. ഞാൻ തേച്ച് മടക്കി കൊണ്ടുവന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ തുമ്പ് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നു. അതിനുശേഷം ഉപ്പ് കയറാവുന്ന പാകത്തിന് വലിപ്പത്തിൽ ഇങ്ങനെ അടിച്ചു പോകണം. ഇങ്ങനെ കെട്ടിട്ട് ഇപ്പുറത്തെ സൈഡ് അതുമാതിരി തന്നെ പോക്കിട്ടടിക്കണം.
നമ്മുടെ പട്ടുപാവാട റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഉപ്പ് പിടിപ്പിച്ചിട്ട് വരാം.